ഡിസംബർ 5 ആഗമനകാലത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച. മത്തായി 7:21, 24 മുതൽ 27 വരെയും വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശ്രോതാക്കളോട് പറയുന്നത്, അവൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയും പാറയുടെ അടിത്തറയിൽ അവരുടെ വീട് പണിയുന്നതിന് തുല്യം എന്നാണ്. കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും തമ്മിൽ വ്യക്തമായ വ്യത്യാസമുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മനസ്സിലാക്കുന്നതിനേക്കാൾ വളരെ ലളിതമാണ് കേൾക്കുന്നത്. ഞാൻ മറ്റൊരാളെ കേൾക്കുമ്പോൾ അയാളുടെ വാക്കുകളും ഉള്ളടക്കവും ഞാൻ അക്ഷരാർത്ഥത്തിൽ കേൾക്കുന്നു. എന്നാൽ ആ വ്യക്തി പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്ന വികാരത്തിൻ്റെയോ അർത്ഥത്തിൻ്റെയോ പാളികൾ ഞാൻ കേൾക്കാൻ ഇടയാകുന്നില്ല. മറ്റൊരാൾ എന്താണ് പറയുന്നതെന്ന് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ അവരുടെ വാക്കുകൾ കേൾക്കുക മാത്രമല്ല, അവരുടെ ശബ്ദത്തിൻ്റെ ടോൺ, മുഖഭാവം, ഉത്കണ്ഠ അല്ലെങ്കിൽ ശാന്തത എന്നിവയെല്ലാം നമുക്ക് മനസ്സിലാകും. അവർ പറയാത്തത് എന്താണെന്നും നമുക്ക് മനസ്സിലായേക്കാം. നമ്മുടെ ദിവസത്തിൻ്റെ ഭൂരിഭാഗവും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ ചെലവഴിക്കുന്നു. ഇത് ഉചിതവുമാണ്. നമ്മുടെ സംഭാഷണങ്ങളിൽ ഭൂരിഭാഗവും പ്രവർത്തനപരമോ ആകസ്മികമോ ആയ സംഭാഷണങ്ങളാണ്. എന്നിരുന്നാലും മറ്റൊരാൾക്ക് അവരെ ശരിക്കും കേൾക്കേണ്ടി വരുമ്പോൾ നാം അത് തിരിച്ചറിയുന്നുണ്ടോ? ചില സമയങ്ങളിൽ നമ്മുടെ വാക്കുകൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. നമ്മൾ പറയുന്നത് കേൾക്കാൻ സമയമെടുക്കുന്ന വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഇന്ന് യേശുവും തന്നെ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവൻ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നാം ഗ്രഹിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ബെനഡിക്റ്റ് തൻ്റെ വിശുദ്ധ ഭരണത്തിൽ അല്ലെങ്കിൽ നിയമത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കാതുകൾ കൊണ്ട് കേൾക്കുക. ചെവി കൊണ്ട് കേൾക്കുന്നത് നമുക്ക് രണ്ടാം സ്വഭാവമാണ്. എന്നിരുന്നാലും നാം ഹൃദയം കൊണ്ട് കേൾക്കുമ്പോൾ പൂർണ്ണമായി ഹാജരാകുകയും മറ്റേ വ്യക്തിയെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ചെവി കൊണ്ട് ശ്രദ്ധയോടെ കേൾക്കാൻ ഇന്ന് യേശു എന്നെയും നിങ്ങളെയും ക്ഷണിക്കുകയാണ്. അതിനായി നാം സമയം കണ്ടെത്തുകയും അവൻ ആഗ്രഹിക്കുന്ന ശ്രദ്ധ അവന് നൽകുകയും ചെയ്യാൻ ഇടവരട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ജീവിതത്തിൻ്റെ ഒരു രൂപകമായി വീടിനെ ഉപയോഗിക്കുന്നു. നമ്മുടെ ജീവിതം യേശുവിൽ ആഴത്തിൽ വേരൂന്നിയതാണെങ്കിൽ നാം രക്ഷിക്കപ്പെടും. എന്നാൽ നമ്മുടെ ജീവിതം ലൗകിക കാര്യങ്ങളിലും അഭിലാഷങ്ങളിലും മാത്രം അധിഷ്ഠിതമാണെങ്കിൽ നാം നശിക്കും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.